സൂര്യനാഥം ഭാരത പൗരനായി പറയുന്നത് ഒന്നാം ഭാഗം ഖാദിർ ഭാഷ ദിവ്യ ശരീരമായ ഗുണകൂടി മസ്ത പടർപ്പിലിരുന്ന് ദൈവശരീരമായത്. അതുപോലെ വള്ളലാർ ശരീരം. ഇങ്ങനെ ഉള്ളത് മനസ്സിലാക്കുക. അവിടെ പോയാൽ ഇന്നും നിങ്ങൾക്ക് കാണാം. വള്ളലാർ മേട്ടുക്കുപ്പം പോയാൽ ഇവിടെ പറയുന്നത് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു. 97 വയസ്സായ അച്ഛനുണ്ട് കേൾക്കാം എന്ന് 70 വയസ്സ് പ്രായമായ മകൻ പറഞ്ഞത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കണ്ട കാഴ്ച ആ കാലത്ത് നടന്നത് 1980-കളിൽ അവസാനം. ശിവപുരാണം ഭജനം 5 പറയുന്നത് സീമയിലല്ല, അത് ഗുണകുടി മസ്താൻ്റെത് പറഞ്ഞു, ഖാദിർ ഭാഷ റാവുത്തരുടെ ഇത് പറഞ്ഞു. അടുത്തത് വള്ളലാർ. യൂട്യൂബിൽ കണ്ടത് മേട്ടുക്കുപ്പത്തിൽ 3 ഊരുകൾക്ക് അന്ന് ശ്രീരംഗത്തിലിരുന്ന് അമ്പല പൂജാരിമാர்கள் ഇവിടുത്തെ സ്ഥലത്ത് വന്ന് 3 ഊരുകൾക്ക് കർമ്മം ചെയ്ത് പൈസ വാങ്ങിച്ച് പോകും. അവർ വന്നാൽ തങ്ങുവാൻ 4 ചുമരിൽ അന്ന് ഓലക്കുടിൽ മേഞ്ഞത്. അത് വർഷങ്ങളോളം നടക്കുന്നതിൽ ഒരു ദിവസം വള്ളലാർ അവിടെ ഒരു റങ്കുപ്പെട്ടിയോടുകൂടി അവിടെ വന്നു. അവിടുത്തെ ജനങ്ങൾ വള്ളലാർ മുഖം കണ്ട് വർത്തമാനം കേട്ടതിൽ അയാൾ സാധാരണ മനുഷ്യനല്ല എന്ന് തോന്നി. അയാൾ ഇഷ്ടത്തിന് ആ പൂജാരികൾ തങ്ങുന്ന റൂം കൊടുത്തു. അതിനകത്തിരുന്ന് 6-ാം തിരുമുറ എഴുതി. അങ്ങനെ എഴുതി വന്നു. എഴുത്ത് എഴുതിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ആത്മോപദേശ ശതകം നാരായണ ഗുരു എഴുതി. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, പ്രവർത്തന ആര് ഇപ്പോൾ എന്താ കർമ്മങ്ങൾ ചെയ്യുന്നത്? 6 വിട്ടു. 6 എന്നാൽ നട്ടെല്ല്, 6 ആധാരത്തിന് പറയുന്നു. പ്രവർത്തനം അന്ന് നവോത്ഥാന ജനപ്രവർത്തനം. അത് ആത്മോപദേശ ശതകം 100 എഴുതിയത് ഓരോരോ കുറിപ്പുകളും എഴുതുമ്പോൾ ശരീരത്തിൽ പൊരുൾ കാണണം. പ്രാണായാമം അത് പറഞ്ഞത്. ഇവിടെ അതുപോലെ എഴുതിയത് ശരീരത്തിൽ പ്രവർത്തിച്ച് എഴുതിയത് നേരിട്ട് നേടണം. ആ എഴുത്തിൻ്റെ ഫലം അങ്ങനെയാണ്. അതിന് വള്ളലാർ പറഞ്ഞു, ഞാൻ ഒരാഴ്ച ദിവസം ഈ റൂമിൻ്റെ ഉള്ളിലിരിക്കും, 7 ദിവസം വരെ. പുറത്തിരുന്ന് പൂട്ടുക. അതിനു മുൻപ് അവിടെ ഒരു വിളക്ക് കത്തിക്കണം. അപ്പോൾ പറഞ്ഞു, ഒരു വിളക്ക് കത്തിക്കുക. അപ്പോൾ ഇവിടെ 5 പേർ ഉണ്ടായിരുന്നു. ഖാദർ ഭാഷയ്ക്ക് ഉള്ളതുപോലെ 5 സഹപാഠികൾ. അയാളുടെ 4-ാം തലമുറയാണ് ഈ യൂട്യൂബിൽ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എണ്ണയ്ക്ക് എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഇരുന്ന് പച്ചവെള്ളം ആ
വിളക്ക് തിരിക്ക് നനച്ച് കത്തിച്ചു. ഇനി താനേ നടക്കും എന്ന് പറഞ്ഞു വള്ളലാരിനെ അകത്തിട്ട് പൂട്ടി താക്കോല് ഇവരുടെ കൈവശം വച്ചു. 7-ാം ദിവസം പറഞ്ഞതുപോലെ തുറന്നു. അതിനു മുന്നിൽ ചോദിച്ചു, നിങ്ങൾ 7 ദിവസം ഉള്ളിലിരിക്കുമ്പോൾ ആഹാരം നിത്യകർമ്മങ്ങളൊന്നും വേണ്ടയോ? അപ്പോൾ പറഞ്ഞു, വിശപ്പ് എൻ്റെ ശരീരത്തിൽ നിയന്ത്രിക്കാൻ കഴിയും, അപ്പോൾ നിത്യകർമ്മം ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ ഈ വാതിൽ തുറന്നപ്പോൾ ആ പോകുമ്പോൾ എങ്ങനത്തെ മുഖസ്വഭാവം അതേ മാറ്റമില്ലാതെ വന്നു. അങ്ങനെ കുറേ ദിവസം ഇരുന്നു. വീണ്ടും പറഞ്ഞു, ഒരു 58 ദിവസം ഞാൻ ഉള്ളിൽ ധ്യാനത്തിൽ ഇരിക്കാൻ പോകുക, നിങ്ങൾ വാതിൽ പൂട്ടുക. അപ്പോൾ 7 ദിവസത്തെ അനുഭവം മനസ്സിലാക്കിയവർ അവർക്ക് അറിയാം. അതുപോലെ വിചാരിച്ചു, ഒന്നും ചോദിച്ചില്ല, വാതിലടച്ചു. ദിവസം ഓരോരോ കരിക്കട്ട കൊണ്ട് മാർക്ക് ചെയ്യും. കാരണം അന്ന് ഇന്നത്തെ പോലെയുള്ള കലണ്ടറിൽ മാർക്ക് ചെയ്ത് അങ്ങനെ 51-ാം ദിവസം ആയപ്പോൾ ഉള്ളവരിൽ ഒരാൾക്ക് മനസ്സിന് കഷ്ടം തോന്നി. ഇവർ 5 പേരും ചേർന്ന് വാതിൽ തുറന്നില്ല. അപ്പോൾ അവർ തമ്മിൽ തന്നെ പറഞ്ഞു, അന്നിങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ, 6 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു 58-ാം ദിവസം വാതിൽ തുറന്നു. പോയതുപോലെ തന്നെ ആ മുഖം വാട്ടം ഇല്ല വന്നു. ഇങ്ങനെ ഇരിക്കെ പിന്നെ പറഞ്ഞു, ദിവസം വിളക്ക് നാട്ടുകാർ എണ്ണ കൊടുത്ത് കത്തിച്ചു, കിടാവിളക്കാർ. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. പിന്നെയും ഒരു പ്രാവശ്യം പറഞ്ഞു, ഇനിയും എനിക്ക് ധ്യാനത്തിലിരിക്കണം, വാതിൽ അടച്ചോളൂ, താക്കോലിട്ട് പൂട്ടിക്കോളൂ. അപ്പോൾ പറഞ്ഞു, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? പല കാര്യങ്ങൾ പറഞ്ഞതിൽ അപ്പോൾ പറഞ്ഞു, ഇതുകൊണ്ട് നേട്ടം നിങ്ങൾക്ക് ഇല്ല, നിങ്ങളുടെ മക്കളുടെ തലമുറയ്ക്കും ലോകത്തിനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാ വരും എന്ന് ചോദിച്ചപ്പോൾ 4 ഘടിക സമയം കഴിഞ്ഞ് വരും. അങ്ങനെ 4 ഘടികയല്ലേ, വേഗം വരും എന്ന് അവർക്ക് തോന്നി. അതിൻ്റെ കണക്ക് അറിയുകയില്ല. ഉള്ളിൽ പോയിരുന്നു. 60 ദിവസമായി കണ്ടില്ല, വാതിൽ തുറന്നില്ല. ഇവർക്ക് സങ്കടം, നാട്ടുകാരൊക്കെ കൂടി. അപ്പോൾ അവിടെ താമസിച്ച് അന്ന് പുറം നാട്ടിലിരുന്ന് വ്യാപാരത്തിന് വന്നവർ ഇവിടെ നാട് ഭരിച്ചു. ആ നാട്ടിലുള്ള കലക്ടർ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ വരാം എന്ന്. പേര് ഹെൻറി പീറ്റർ. അവിടെ വന്നു. പെരുങ്കൊല്ലനെ വിളിപ്പിക്കാൻ പറഞ്ഞു. പെരുങ്കൊല്ലൻ വന്നു. ചുറ്റിക കൊണ്ട് അടിക്കാൻ പറഞ്ഞു. പൂട്ട് പൊളിക്കുക. കൈ ഓങ്ങി, കണ്ണ് കണ്ടില്ല, എവിടെ അടിക്കണം എന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് വിഷയം എന്ന്
കലക്ടറോട് ബോധിപ്പിച്ചു. അപ്പോൾ കലക്ടർ ഓർത്ത് ഇനി ഇവനെ നമ്പിയിട്ട് കാര്യമില്ല, അടുത്ത ആളെ വിളിക്കാമെന്ന് അടുത്ത ആളിനോട് വരാൻ പറഞ്ഞു. പൂട്ട് അറുക്കുവാൻ പറഞ്ഞു. അറുത്ത് മുറിക്കുക, ബ്ലേഡ് വെച്ച് അറുത്തു. മുറിഞ്ഞില്ല. അപ്പോൾ കലക്ടർ എല്ലാവരോടുമായി പറഞ്ഞ് ഇവിടെ ഓല പൊളിക്കുവാൻ ഒരു 3 പേര് ഏണിയോടുകൂടി വരാൻ പറഞ്ഞു. അവർ വന്നു. ഓലയിൽ ഏണി വെച്ച് പുറത്ത് കയറി ഓല ഒന്ന് പൊളിക്കാൻ ഒരുങ്ങി. പടമെടുത്ത് ആടി, കൊത്തിയില്ല നാഗപ്പാമ്പ്. അത് കണ്ട് കലക്ടർ അവിടെ നിൽക്കുമ്പോൾ അവരെ താഴെ ഇറങ്ങുവാൻ പറഞ്ഞു. ഓല അനക്കാതെ ഇരുന്നതുപോലെ വച്ച് ഇറങ്ങി. കലക്ടർ ചിന്തിച്ചു, ഇങ്ങനത്തെ മഹാൻ എങ്ങനെയാണ്? ആരാഞ്ഞു. അയാൾ എഴുതിയ 6 തിരുമുറയും കൊണ്ടുപോയി 3 മാസം വരെ അതിനെ അവിടെ തമിഴ് പണ്ഡിതന്മാരെ അവിടെ അയാളുടെ സാമീപ്യത്തിൽ വരുത്തി അയാളുടെ വസിത്തലത്തിൽ ആരാഞ്ഞു. 90-ാം ദിവസം കൊണ്ടുവന്നു അവിടെ എടുത്ത സ്ഥലത്തിൽ വച്ചു അവിടുത്തെ ഊര് തലവരോട് ഏൽപ്പിച്ചു. പണിയാൾക്കളെ വിളിപ്പിച്ചു. ആ ഓലപ്പുരയെ ചുറ്റി മൊത്തം ചുമരുപടുത്ത് നാഗപ്പാഴി പുറത്ത് മേഞ്ഞു. അങ്ങനെ ആ കർമ്മങ്ങൾ അവരുടെ ചിട്ടയ്ക്ക് നടത്തി വന്നു. പൂട്ട് ഇന്നും തുറന്നില്ല. പുറത്ത് വച്ച് ആരാധിച്ചു. സ്വാതന്ത്ര്യം കിട്ടി. ദേവസ്വം ബോർഡ് ആ സ്ഥലം ഏറ്റെടുത്തു. അവിടെ പൊള്ളാച്ചിയിലിരുന്ന് മഹാലിംഗം എന്ന വ്യക്തി വന്നു. അതിനെ ആ പാളിയുടെ മുകളിൽ ചന്ദനമരം വച്ച് പൊതിഞ്ഞ് ഇന്നും അവിടെ ഉള്ളത്. പറഞ്ഞു വരുന്നത്, അന്ന് വള്ളലാർ ഉള്ളിൽ ആ കുടിസൈൻ്റെ ഉള്ളിൽ കയറിയിരുന്ന വ്യക്തി ഇന്ന് ഇതുവരെ ആ റൂം തുറന്നിട്ടില്ല, ഇന്നേ വരെ വന്നിട്ടില്ല. ഇവിടെ നാം പുറത്ത് ദൈവത്തിന് മത്സരം. അവിടെ ഇപ്പോൾ പറഞ്ഞതും ഖാദിർ ഭാഷ ശരീരവും ഗുണകുടി മസ്താൻ ശരീരം 3 ശരീരത്തിൽ അകക്കാഴ്ച കണ്ടതിൻ്റെ ഫലം. അവர்களுടെ പുസ്തകങ്ങൾ ഇന്നും ഉണ്ട്. ഇന്ന് ശിവപുരാണം പറയുന്നതും സീമയിലല്ല എന്ന വാക്ക്. സീമയിലല്ല എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളത് അല്ല, ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ളത്. അതിൻ്റെ ചിട്ട പഠിച്ചത് അന്ന് നാരായണ ഗുരു കാലം വരെ എന്ന് പറയാം. അങ്ങനെ ഇരിക്കെ ഇന്ന് സീമയിലുള്ള വിവരം പറഞ്ഞ് അതിൻ്റെ തത്വത്തിൽ അഹങ്കാരം ഉൾക്കൊള്ളുന്നത് ദൈവചലനം ഉണ്ടാക്കുകയില്ല ആർക്കും. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ യഥാർത്ഥ അറിവുള്ളവർ ചിന്തിക്കും. ഇന്ന് ദൈവത്തിനെ തേടി തേടി ഓരോരുത്തരും അറിവ് ഉള്ളവർ പറയുന്നു, ദൈവം ഒന്ന്
പൊതുവായി ജനങ്ങൾക്ക് ഇല്ല. അങ്ങനെ ആര് പറഞ്ഞാലും ശുദ്ധ ബെഡ്ഡികളെ എത്ര പഠിച്ചിട്ടും കാര്യം ഇല്ല എന്ന് പറയും. അതും ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ദൈവം ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച അവതാരങ്ങൾ, അതിനെയാണ് നാം ഇന്ന് തൊഴുന്നത്. കാരണവശാൽ തലതിരിച്ച് പറയുന്നു, ഉള്ളർത്ഥം ഇല്ലാതെ.